ട്രംപിന്റെ ഏറ്റവും പുതിയ ഇസ്രായേൽ പാലസ്തീൻ ഇറാൻ വീഡിയോയുടെ മലയാളം പരിഭാഷയാണിത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന കൂട്ടക്കൊലയുടെ നേർചിത്രം. 2024 ഒക്ടോബർ 1 രാത്രി ഇസ്രായേലിന്റെ ആകാശത്ത് ഇതുപോലൊരു കാഴ്ച കാണാനായി. അതൊന്നും പടക്കമായിരുന്നില്ല, അതൊക്കെ മിസൈലുകളായിരുന്നു. 180ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന്റെ മേൽ വർഷിച്ചു. ഈ മിസൈലുകളെ ലോഞ്ച് ചെയ്യാനുള്ള ഓർഡർ നൽകിയത് മറ്റാരുമായിരുന്നില്ല, ഇറാന്റെ സുപ്രീം നേതാവും രാഷ്ട്രത്തലവനുമായ അയത്തുള്ള അലി ഖൊമേനിയാണ്. ഇറാന്റെ IRGC അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അവരുടെ പട്ടാളത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. അവർ പറയുന്നത് അവർ തൊടുത്ത 90% മിസൈലുകളും ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടുവന്നാണ്. എന്നാൽ മറുവശത്ത് ഇസ്രായേലിന് പറയാനുള്ളത് ഇറാന്റെ ഒട്ടനവധി മിസൈലുകളെ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം വഴി ഇന്റർസെപ്റ്റ് ചെയ്തുവെന്നാണ്. മിസൈലുകൾ കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മൊസാദിന്റെ ആസ്ഥാന കെട്ടിടത്തിനടുത്തായി 30 അടിയിലുള്ള ഒരു ഗർത്തമാണ് രൂപപ്പെട്ടത്. സദേൺ ഇസ്രായേലിന്റെ നെഗേവ് എന്നൊരു മരുഭൂമിയുണ്ട്. അവിടെ ഇസ്രായേലിന്റെ വലിയൊരു മിലിറ്ററി ബേസ് ഉണ്ട്. കുറേ മിസൈലുകൾ അവിടെ ചെന്നും വീണിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേൽ പറയുന്നത് ഈ ആക്രമണത്തിൽ അവർക്ക് മിനിമം ഡാമേജ് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ഇതിന് പകരം ചോദിക്കുമെന്നാണ്. Iran made a big mistake tonight and it will pay for it. The regime in Iran does not understand our determination to defend ourselves and our determination to retaliate against our enemies. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഈ യുദ്ധത്തിൽ ഇറാൻ എങ്ങനെ വന്നുപെട്ടു എന്നതാണ്. കഴിഞ്ഞ വർഷം ഹമാസ് തുടങ്ങിയ ഈ യുദ്ധം ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നു കഴിഞ്ഞു. ഇസ്രായേൽ പലസ്തീനെ മാത്രമല്ല ആക്രമിക്കുന്നത്, ലെബനനെയും ആക്രമിക്കുന്നുണ്ട്. ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള തുടങ്ങി പാരാമിലിറ്ററി ഗ്രൂപ്പുകളും തീവ്രവാദ സംഘടനകളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ഇറാൻ പോലുള്ള രാജ്യവും അതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അതോടെ ഗോദി മീഡിയ 26ാം തവണയും 3ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു വിളംബരം നടത്തി കഴിഞ്ഞു. On the brink of World War III. World War III has already started. The World War is already upon us. എന്നാലും ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത്, ഇനി ഈ യുദ്ധത്തിൽ എന്തൊക്കെയുണ്ടാകും എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ. ഒരു കാര്യം സത്യമാണ്, ഈ യുദ്ധത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞു. അഥവാ കാര്യങ്ങൾ ഈ വിധം വഷളായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പതുക്കെ പതുക്കെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രാദേശിക യുദ്ധമായി മാറാൻ അധികം സമയമൊന്നും വേണ്ട. എന്നാൽ ഇതിനെ 3ാം ലോക മഹായുദ്ധം എന്നൊക്കെ വിളിക്കുന്നത് വലിയൊരു തമാശയാണ്. കാരണം ഈ വർഷം തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഏപ്രിൽ 13 300-ലധികം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇസ്രായേലിന്റെ മേൽ പതിച്ചത്. ഡിപ്ലോയ് ചെയ്ത മെഷീനുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏപ്രിൽ 13 ആക്രമണം ഒക്ടോബർ 1 ആക്രമണത്തെക്കാൾ വലുതായിരുന്നു. ഏകദേശം 170 ഡ്രോണുകൾ, 30 ക്രൂസ് മിസൈൽ, 110 ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഇസ്രായേലിന് നേരെ വിട്ടു. അന്ന് നമ്മുടെ ഗോദി മീഡിയ പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിന്റെ പുറകെയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് സീസൺ ആയിരുന്നു. അല്ലെങ്കിൽ ഈ ഏപ്രിലിലെ ആക്രമണം പല കാരണങ്ങൾ കൊണ്ടും സുപ്രധാനമായിരുന്നു. കുറേ ദശകങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. 1991 ഗൾഫ് യുദ്ധത്തിലാണ് സദ്ദാം ഹുസൈൻ ഇസ്രായേലിന് നേരെ സ്കഡ് മിസൈൽ അയച്ചത്. എന്നാൽ ഈ ഏപ്രിലിൽ എന്ത് കാരണം കൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്? ഇറാൻ തന്നെ പറയുന്നത് ഇതൊരു പ്രതികാരമാണെന്നാണ്. ഏകദേശം 2 ആഴ്ച മുമ്പ് 2024 ഏപ്രിൽ 1 സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഈ വ്യോമാക്രമണത്തിൽ ഇറാന്റെ 7 ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ ഇറാന്റെ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടിരുന്നു. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ്. ഏതെങ്കിലും രാജ്യത്തെ ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടാൽ ഒരു രാജ്യവും പൊറുക്കില്ല. ഇവിടെയാണെങ്കിലോ ഇറാന്റെ എംബസിക്ക് മേലെയാണ് ഇസ്രായേൽ ബോംബിട്ടത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന അടുത്ത ചോദ്യം ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് ഈ വ്യോമാക്രമണം നടത്തിയത് എന്നാവും. ഇതൊരു എംബസി ഒന്നുമല്ല, ഒരു മിലിറ്ററി കെട്ടിടമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കൊല്ലപ്പെട്ട നേതാവാകട്ടെ ഹിസ്ബുള്ളയുമായി വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്നാൾ. ഈ ഹിസ്ബുള്ള ആരാണ്, അവർക്ക് ഇറാനുമായി എന്താണ് ബന്ധം എന്നൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് അല്പം സാങ്കേതികമായ വിശദാംശങ്ങൾ മനസ്സിലാക്കാം. ഏപ്രിലിൽ ഇസ്രായേൽ ആക്രമണം നേരിട്ടപ്പോൾ അമേരിക്ക, UK, ജോർദാൻ തുടങ്ങിയ ഇസ്രായേലിന്റെ സഖ്യരാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ സഹായത്തിനെത്തി. 80 ഡ്രോണുകളെയും 6 ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക തന്നെയാണ് വീഴ്ത്തിയത്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ ടൈഫോൺ ഫൈറ്റർ ജെറ്റുകൾ നിരവധി ഡ്രോണുകളെ വീഴ്ത്തിയിരുന്നു. ഇസ്രായേലിന്റെ സ്വന്തം F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ 30-ൽ 25 ക്രൂസ് മിസൈലുകൾ തടഞ്ഞിരുന്നു. നിങ്ങൾ ഈ മാപ്പിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇറാനും ഇസ്രായേലും പരസ്പരം വളരെ ദൂരെ കിടക്കുന്ന 2 സ്ഥലങ്ങളാണെന്ന് മനസ്സിലാകും. ഈ 2 രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഏകദേശം 1000 കിലോമീറ്റർ ആണ്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഡ്രോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഡ്രോൺ ഇറാനിൽ നിന്ന് ഇവിടെ എത്താൻ ഏകദേശം 2 മണിക്കൂർ
സമയമെടുക്കും. ഈ കാരണം കൊണ്ട് തന്നെ അഥവാ ഇന്റലിജൻസ് സംവിധാനം നല്ലതാണെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ മികച്ച രീതിയിൽ പ്രതിരോധിക്കാനും സാധിക്കും. ഇസ്രായേലിന്റെ ഓൺ ഗ്രൗണ്ട് ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ അയൺ ഡോം വളരെ പ്രശസ്തമായ ഡിഫൻസ് സംവിധാനമാണ്. ഇതിന്റെ പരിധി 10 കിലോമീറ്ററിന്റെ ഉയരവും 70 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസുമാണ്. അഥവാ ഇത്ര ദൂരത്ത് നിന്ന് റോക്കറ്റ് അയക്കുകയാണെങ്കിൽ പോലും അയൺ ഡോം രക്ഷിക്കുമെന്നർത്ഥം. ഇതിന്റെ പേര് ഡോം എന്നാണെങ്കിലും ഇസ്രായേലിന്റെ ആകാശത്ത് സ്ഥാപിക്കപ്പെട്ട ഷീൽഡ് അല്ല, അതൊരു മിസൈൽ സിസ്റ്റമാണ്. രാജ്യത്ത് പതിക്കാൻ പോകുന്ന റോക്കറ്റുകളെ ഡിറ്റക്ട് ചെയ്ത് അവ താഴെ പതിക്കുന്നതിന് മുമ്പ് സ്വന്തം മിസൈൽ തൊടുത്തുവിട്ട് അവയെ തകർക്കുന്ന പരിപാടിയാണിത്. ഇതിനെയാണ് ഇന്റർസെപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഈ വാക്ക് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഹ്രസ്വദൂര റോക്കറ്റുകളെ മാത്രമാണ് അയൺ ഡോം ഇന്റർസെപ്റ്റ് ചെയ്യുകയുള്ളൂ. അഥവാ ദൂരെ നിന്നൊരു മിസൈൽ അയക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ ഇസ്രായേലിന്റെ പക്കൽ വേറെ 2 പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഡേവിഡ് സ്ലിംഗ് ഇത് മീഡിയം മുതൽ ലോങ് റേഞ്ച് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ളതാണ്. 15 കിലോമീറ്റർ ഉയരവും 300 മീറ്റർ ഡിസ്റ്റൻസും ഇതിനുണ്ട്. എന്നാൽ ഇറാന്റെ മിസൈൽ വരുന്നത് 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ്. ഒക്ടോബറിൽ ഇറാൻ അയച്ച മിസൈലിനെ അയൺ ഡോമിനോ ഡേവിഡ് സ്ലിംഗിനോ പ്രതിരോധിക്കാനായില്ല. അത്തരം മിസൈലുകളെ തടയാനായുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് ആരോ സിസ്റ്റം. ഇസ്രായേലിലെ ആരോ സംവിധാനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിറ്റൻഷൻ റേഞ്ച് ഉള്ളത്. 2400 കിലോമീറ്റർ, 100 കിലോമീറ്റർ ഉയരമുണ്ട്. ബഹിരാകാശത്ത് നിന്ന് പോലും ഒരു മിസൈൽ വരികയാണെങ്കിൽ ആരോ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെ ഡിറ്റക്ട് ചെയ്യും. ഏപ്രിൽ ആക്രമണത്തിനിടെ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ആരോ സിസ്റ്റം ഇന്റർസെപ്റ്റ് ചെയ്തിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തായിരുന്നു ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. വളരെ അത്ഭുതകരമായൊരു വീഡിയോ ആയിരുന്നു അത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വളരെ വിശ്വസനീയമായ സുരക്ഷിതമായ സംവിധാനങ്ങളാണെന്ന്. ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും ഇവയെല്ലാം ഇസ്രായേലിനെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുമെന്ന് നാം കരുതും. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെടാനുള്ള കാരണം പണമാണ്. ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തങ്ങളുടെ രാജ്യത്ത് പതിക്കാൻ പോകുന്ന മിസൈലുകളെ തകർക്കാൻ ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറ്റൊരു മിസൈൽ തൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ മിസൈലിനെ ലക്ഷ്യമിട്ട് മറ്റൊരു മിസൈൽ തൊടുത്തുവിടുന്നു. അയൺ ഡോം തൊടുത്തുവിടുന്ന മിസൈലുകളാണ് താമിർ മിസൈലുകൾ. ഇതിന്റെ വില പറയുന്നത് ഒന്നിന് $50,000. രണ്ടാമത് ഇവരുടെ ഡേവിഡ് സ്ലിംഗ് സ്വന്തമായി തൊടുത്തു വരുന്ന മിസൈലിന്റെ വില ഒന്നിന് $1 മില്യൺ. ഇനി വരുന്നത് അവരുടെ ഏറ്റവും ശക്തമായ ആരോ സംവിധാനമാണ്. അതിലെ ഓരോ മിസൈലിനും ചെലവ് വരുന്നത് എത്രയോ മില്യൺ അമേരിക്കൻ ഡോളറാണ്. ഏപ്രിലിൽ ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന് വന്ന ചെലവ് $200 മില്യൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ പക്കൽ ഇത്തരത്തിൽ സപ്ലൈ ചെയ്യാൻ അനന്തമായ മിസൈലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഇറാൻ നിർത്താതെ മിസൈലുകൾ തൊടുത്തു വിടുമായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മിസൈലുകളുടെ എണ്ണവും പണവും ഇല്ലാത്ത കാരണം ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പാളിപ്പോകുമായിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് 2024 ഒക്ടോബറിലെ ആക്രമണത്തിന് ശേഷം ഇറാൻ വിദേശകാര്യ വക്താവ് നാസിർ കനാനി പറഞ്ഞത് ഈ ആക്രമണങ്ങളെല്ലാം ഒരു പരിധിവരെ സ്വയം രക്ഷാർത്ഥം നടത്തുന്നതാണെന്ന്. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം നന്ദിയോടെ ഓർക്കേണ്ടത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല എന്നതാണെന്ന്. ഈ പ്രസ്താവനയിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ഇറാന്റെ ഭീഷണിയാണ്, ഞങ്ങൾ വേറെ ആക്രമണങ്ങളൊന്നും നടത്തിയില്ലെന്ന് നിങ്ങൾ ആശ്വസിച്ചോളൂ എന്ന്, നിങ്ങളെ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കിയെന്നതിന് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണമെന്നായിരുന്നു ആ പ്രസ്താവന. ഇറാന്റെ പക്കലുള്ള ആയുധങ്ങൾ അത്യാവശ്യം പേടിക്കേണ്ടവ തന്നെയാണ്. ഈ ആക്രമണത്തിൽ കുറച്ച് അത്യന്താധുനിക മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അവയെല്ലാം സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്ന് പറയാവുന്ന തരം മികച്ചവയാണ്. ഇവ ആദ്യമായിട്ടാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ വർഷമാണ് ഈ ആയുധങ്ങളെല്ലാം ഇറാൻ വികസിപ്പിച്ചെടുത്തത്, അതായത് 2023 ഫത്തഹ് മിസൈൽ. BBC പുറത്തുവിട്ട ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഈ മിസൈലുകളെല്ലാം എത്രമാത്രം ശക്തവും സർവ്വസന്നാഹങ്ങളോടും കൂടിയതാണെന്ന്. ഇവരുടെ ബഹുദൂരം സഞ്ചരിക്കുന്ന മിസൈൽ ഷഹാബ് 3 ആണ്. 2000 കിലോമീറ്ററിലധികം ദൂരമാണിത് പോവുക. BBCയുടെ ഈ മാപ്പിൽ കാണുന്നത് 2023 ഫത്തഹ് മിസൈലാണ്. ഇതിനെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ ഗണത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ ഗതിയേക്കാളും വേഗതയുള്ളതെന്നാണ് അർത്ഥം. ഇവ മണിക്കൂറിൽ 18,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. അത് ശബ്ദത്തിന്റെ ഗതിയേക്കാൾ 15% കൂടുതലാണ്. അതായത് അല്പം മിനിറ്റുകൾ മതി ഇവയ്ക്ക് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് എത്താൻ. We are able to precisely hit any target within the range of 870 miles, and there exists no system that can rival or counter this missile.
കുറേയധികം പേർക്ക് ഇവിടെ റോക്കറ്റ് എന്തിനാണ്, മിസൈൽ എന്തിനാണെന്നൊക്കെ അറിയാതെ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒന്നാണെന്ന് തോന്നും. എന്നാൽ വാസ്തവത്തിൽ രണ്ടും വളരെ വ്യത്യാസമുള്ളതാണ്. ഹമാസ് വിട്ടിരുന്ന റോക്കറ്റുകൾ വളരെ ചെറുതായിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു പ്രൊജക്ടറിന്റെ സഹായത്തോടെയാണ് അയച്ചിരുന്നത്. അതായത് അത് എവിടെ ചെന്ന് വീഴുമെന്നത് നമുക്ക് അനുമാനിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകൾ നോക്കുകയാണെങ്കിൽ അവ 3 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം വരും. ഇതിൽ പ്രിസിഷൻ ടാർഗറ്റ് എന്നൊരു സംഗതിയുണ്ട്. മിസൈലുകൾ കൃത്യമായി എവിടെ വീഴണമെന്ന് അതിലൂടെ നിയന്ത്രിക്കാനാകും. സത്യം പറഞ്ഞാൽ ഇവയ്ക്ക് ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തെ മറികടന്ന് തിരിച്ച് അതിന്റെ ലക്ഷ്യത്തിലെത്താനുള്ള കഴിവുണ്ട്. മനുഷ്യൻ ഇത്രയും അപകടകാരികളായ ആയുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ വളരെ ഭയാനകമായൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഏപ്രിലിൽ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഒരു അടിയന്തര യോഗം വിളിച്ചത്. അവിടെ സെക്രട്ടറി ജനറൽ രണ്ടു പക്ഷത്തോടും സംഘർഷത്തെ ശാന്തമാക്കാനും സംഘർഷം കുറയ്ക്കാനും ഇത് നിർത്താനുമൊക്കെ ആഹ്വാനം ചെയ്തു. ഹൂത്തികളും ഹിസ്ബുള്ളയും ഇസ്രായേലുമായി കുറെ കാലമായി സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ തിരിച്ചടിച്ച് ഗസയിലെ ബോംബ് വർഷിച്ചപ്പോൾ അവരുടെ പക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങൾ പിന്നെയും വർദ്ധിച്ചു. ഈ 3 ഗ്രൂപ്പുകൾ ഗസയിൽ ഹമാസ്, യമനിൽ ഹൂത്തികൾ, സൗത്ത് ലെബനനിൽ ഹിസ്ബുള്ള, ഇവർ ഇറാന്റെ പ്രോക്സികൾ അഥവാ പ്രതിനിധികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നും അറിയപ്പെടുന്നു. അതായത് ഇറാൻ അവർക്ക് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്നു, പണം നൽകുന്നു, അവരെ അംഗീകരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ചരിത്രമുണ്ട്. അത് 20 മിനിറ്റുള്ള വീഡിയോയിൽ പറയാൻ സാധിക്കാത്തത് കൊണ്ട് പറയുന്നില്ല. ഹിസ്ബുള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശേഖരമുള്ള പാരാമിലിറ്ററി ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഹിസ്ബുള്ള. തീവ്ര ഷിയ നിലപാടുള്ള ഈ സംഘം 1982 ഇസ്രായേൽ ലെബനനെ കടന്നാക്രമിച്ചതു മുതലാണ് രൂപം കൊള്ളുന്നത്. 1985 ഇവർ ഔദ്യോഗികമായി ഭരണഘടന പുറത്തിറക്കി. അതിൽ അവർ എടുത്തു പറയുന്നത് ലെബനന്റെ മണ്ണിൽ നിന്നും പാശ്ചാത്യ ശക്തികളെ തുടച്ചു നീക്കുമെന്നും ഇസ്രായേലിന്റെ തകർച്ചയ്ക്കായി പ്രവർത്തിക്കുമെന്നുമാണ്. ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളും, ഉദാഹരണത്തിന് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഹിസ്ബുള്ളയെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്ത്യൻ സർക്കാർ അങ്ങനെയല്ല കാണുന്നത്. ലെബനന്റെ തെക്കൻ ഭാഗത്തുള്ള പ്രദേശങ്ങൾ ഏകദേശം 22 വർഷത്തോളം ഇസ്രായേലിന്റെ പിടിയിലായിരുന്നു. 2024 ഹിസ്ബുള്ളയാണ് ഇസ്രായേലിനെ അവിടെ നിന്ന് ചവിട്ടിത്തള്ളിയത്. 2006 ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ മറ്റൊരു യുദ്ധം നടന്നു. അത് 34 ദിവസമാണ് നീണ്ടുനിന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ ആരും ജയിച്ചില്ല. ലെബനന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിലൊരു വലിയ വിഭാഗം ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ അർദ്ധസൈനികർ പലതരത്തിലും ലെബനന്റെ പട്ടാളക്കാരേക്കാൾ ശക്തരാണ്. Some countries classify Hezbollah as a terror group. More powerful than the state and more armed than the Lebanese army itself. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള യുദ്ധം വളരെ പരസ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 6 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത്. എന്നാൽ അതിന്റെ അടുത്ത ദിവസം ഒക്ടോബർ 8 ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനി മറുഭാഗത്ത് ഹൂത്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1990കളിലാണ് ഇവർ രൂപം കൊള്ളുന്നത്. ഇതിന്റെ പ്രധാന കാരണം ഷിയകളെ പാർശ്വവൽക്കരിക്കുന്നതും വർദ്ധിച്ചുവരുന്ന വിദേശ ശക്തികളുടെ പ്രഭാവവുമായിരുന്നു. നിരവധി രാജ്യങ്ങൾ ഹൂത്തികളെയും തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത്. ഇവർ യമന്റെ സർക്കാരിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. തമാശ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സർക്കാർ ഹൂത്തികളെയും തീവ്രവാദികളായി കണക്കാക്കുന്നില്ല. ഇറാനെ കൂടാതെ റഷ്യയും ഹൂത്തികൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. യമന്റെ അതിർത്തിയിലുള്ള സൗദി അറേബ്യയിലുള്ള സർക്കാർ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ യമൻ സർക്കാരിനെയാണ് പിന്തുണയ്ക്കുന്നത്. നിങ്ങൾ ഈ മാപ്പിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും, ഇറാനും സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റിലെ ശക്തമായ 2 രാജ്യങ്ങളാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നുകിൽ അയൽ രാജ്യങ്ങളുടെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വിമതരെ സപ്പോർട്ട് ചെയ്യുന്നു. യമനിൽ സൗദി സർക്കാർ യമന്റെ സർക്കാരിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. അവിടുത്തെ വിമതരുടെ പക്ഷത്ത് ഇറാൻ നിൽക്കുന്നു. ഇറാഖിൽ സൗദി ഇറാഖ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ഇറാൻ ആവട്ടെ ഷിയാക്കളായ വിമതരോടൊപ്പം നിൽക്കുന്നു. സിറിയയിലും ലെബനനിലുമൊക്കെ ഇതേ അവസ്ഥയാണ്. ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ സൗദിക്കൊപ്പമാണ്. റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ പക്ഷത്ത് നിൽക്കുന്നു. വലിയൊരു രീതിയിൽ നോക്കിയാൽ ഏതൊക്കെ രാജ്യങ്ങൾ ആരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ സൗദി എല്ലായ്പ്പോഴും ഇറാനെതിരെയാണ്. 2 രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും ഇറാനിൽ ഷിയാക്കളും സൗദിയിൽ സുന്നികളുമാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോഴാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം ഗസയെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിച്ചു. ഇസ്രായേൽ ഗസയിൽ നടത്തിയ മാരകമായ ബോംബ് വർഷത്തിൽ ആ പ്രദേശം ഇനി ഒരിക്കലും ജീവിക്കാൻ പോലും യോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിന്റെ നടപടിയെ വംശഹത്യ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. 2023 ഒക്ടോബർ 7 മുതൽ 2024 സെപ്റ്റംബർ 22 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 41,431 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതിൽ പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. 20 ലക്ഷത്തോളം പേരാണ് ഭവനരഹിതരായത്.
ജൂതവംശജനായ ചലച്ചിത്ര സംവിധായകനായ ജോനാഥൻ ഗ്ലേസർക്ക് സംവിധാനം ചെയ്ത ജൂത നരഹത്യയെക്കുറിച്ചുള്ള ചലച്ചിത്രത്തിന് കഴിഞ്ഞ വർഷമാണ് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞത് ഹോളോകോസ്റ്റിന്റെ മുറിവുകളുടെ പേരിൽ മറ്റു സമുദായങ്ങളിലെ ജനങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഇത്തരം ജൂയിഷ്നെസ്സിനെ ഞാൻ റദ്ദു ചെയ്യുന്നു എന്നാണ്. Our film shows where dehumanization leads at its worst. Right now, we stand here as men who refute their Jewishness and the Holocaust being hijacked by an occupation which has led to conflict for so many innocent people. ഇദ്ദേഹത്തിന്റെ ചിത്രം സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഫാസിസത്തിന്റെ ഭീകരതയെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ സത്യത്തിൽ ഹിസ്ബുള്ള വളരെ ശക്തരാണ്. ഇസ്രായേലിന്റെയും ലെബനന്റെയും അതിർത്തിയിൽ നിന്ന് ഏകദേശം 80,000-ലധികം ഇസ്രായേലികൾക്ക് നാടും നഗരവും വിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദിവസവും അവിടെ നിന്ന് റോക്കറ്റ് ഫയറിംഗും ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ മിസൈലുകൾ കൊണ്ട് ആക്രമിച്ച് ഹൂത്തികൾ അവിടെയും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഏകദേശം $1 ട്രില്യൺ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഏപ്രിലിലെ ആക്രമണത്തിന് മുമ്പ് ഇറാൻ ഈ യുദ്ധത്തിൽ നേരിട്ടിടപെട്ടിരുന്നില്ല. പക്ഷെ തങ്ങളുടെ പ്രതിനിധികളെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയായിരുന്നു. എന്നാൽ 2024 ഏപ്രിൽ 14 അവരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു അറിയിപ്പുണ്ടായി. ഇന്നു മുതൽ സയനിസ്റ്റ് ഭരണകൂടം ഞങ്ങളുടെ താല്പര്യങ്ങളെയും സ്വത്തുക്കളെയും ജനങ്ങളെയും പൗരന്മാരെയും ഏതെങ്കിലും വിധേന ആക്രമിക്കുകയാണെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അതിനെതിരെ പ്രത്യാക്രമണം നടത്തുമെന്ന് IRGC തലവൻ ഹുസൈൻ സലാമി വ്യക്തമാക്കി. പിന്നീട് 2024 ജൂലൈ 31 ഇറാന്റെ തലസ്ഥാനം ടെഹ്റാനിൽ ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതകം നടക്കുന്നു. ഹമാസിന്റെ പൊളിറ്റിക്കൽ നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നു. Palestinian militant group Hamas has said its political leader Ismail Haniyeh has been killed in Iran. ആരാണ് കൊന്നത്? ഔദ്യോഗികമായി ആരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇസ്രായേലിനെയാണ് ഇവിടെ സംശയിക്കുന്നത്. അതിന്റെ ശേഷം ഇറാന്റെ വിദേശകാര്യമന്ത്രി ജൂലൈയിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കി: ഈ രക്തസാക്ഷിത്വം വെറുതെയാവില്ലെന്ന്. അപ്പോൾ മുതൽ തിരിച്ചടി മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസങ്ങൾക്ക് ശേഷം 17 സെപ്റ്റംബറിൽ ഹിസ്ബുള്ളയുടെ മേൽ കുപ്രസിദ്ധമായ പേജർ ആക്രമണം നടക്കുന്നു. നിരവധി ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. ഹിസ്ബുള്ള പ്രവർത്തകരുടെ പക്കലുള്ള പേജറുകൾ ഒന്നടങ്കം പൊട്ടിത്തെറിക്കുന്നു. ഹിസ്ബുള്ള പ്രവർത്തകരടക്കം നിരവധി പേർ കൊല്ലപ്പെടുന്നു. 2024 സെപ്റ്റംബർ 20 വീണ്ടും ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതകം. ഹിസ്ബുള്ളയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സ് യൂണിറ്റ് കമാൻഡർ ഇബ്രാഹിം അഖീലിനെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു. ഇവരെല്ലാം ഇറാന്റെ പ്രതിനിധികളായിരുന്നു. അപ്പോൾ ഉറപ്പാണല്ലോ ഇറാന്റെ സർക്കാർ ഇതിൽ അസന്തുഷ്ടരായിരിക്കുന്നുവെന്ന്. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ചില ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങൾ നടക്കുന്നു. സെപ്റ്റംബർ 25 നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിന്റെ നേതാവ് കൊല്ലപ്പെട്ടു. 27 സെപ്റ്റംബറിൽ നടന്ന വ്യോമാക്രമണത്തിൽ IRGC ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിഫ്ഷോഷൻ കൊല്ലപ്പെട്ടു. ഈ വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നടത്തിയത്. ഈ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഹസൻ നസറല്ലയും കൊല്ലപ്പെട്ടു. 1992 മുതൽ ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഉന്നത നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിട്ടും ലെബനന്റെ മേൽ നോൺ സ്റ്റോപ്പ് വ്യോമാക്രമണം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ഇനിയും നിലച്ചിട്ടില്ല. സെപ്റ്റംബറിന്റെ അവസാന ദിവസങ്ങളിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങളിൽ ഏകദേശം 1000-ഓളം ലെബനീസുകാരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഈ യുദ്ധത്തെ നിരന്തരം അപലപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും ഇതുവരെയില്ല. ഇസ്രായേലിന്റെ നേരെ ഇറാൻ നടത്തിയ ഒക്ടോബർ 1 ഈ ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാൻ തങ്ങൾക്കെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന് ആദ്യമൊന്നും ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമേരിക്ക ഈ ആക്രമണത്തെ മുൻകൂട്ടി കണ്ടു. അതേക്കുറിച്ച് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 1 രാത്രി ഏകദേശം 7:30 മണിയോടെ ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. രാജ്യത്തൊന്നാകെ സൈറൻ മുഴങ്ങാൻ തുടങ്ങി. ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം ഹിസ്ബുള്ള നേതാവിന്റെ കൊലപാതകമാണെന്നും ഇസ്രായേൽ ലെബനനിൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതിന്റെ തിരിച്ചടിയാണെന്നും IRGCയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിലെ ഒരു ന്യൂസ് ഏജൻസി എഴുതി. ഇറാന്റെ ഈ ആക്രമണം കാണുമ്പോൾ ഭയാനകമാണെങ്കിലും ഭാഗ്യമെന്ന് പറയട്ടെ, ഈ ആക്രമണത്തിൽ ആകെ ഒരാളെ കൊല്ലപ്പെട്ടുള്ളൂ, വെസ്റ്റ് ബാങ്കിലെ ഒരു പലസ്തീനി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇറാന്റെ തീവ്ര വലതുപക്ഷക്കാരനായ ധനമന്ത്രി പറയുന്നത് ഗാസ, ഹിസ്ബുള്ള, ലെബനൻ എന്നിവയുടെ അവസ്ഥ പോലെ ഇറാനും ഈ നിമിഷത്തെ ഓർത്ത് ഖേദിക്കുമെന്നാണ്. ഇറാൻ ചെയ്തത് ഭീകരമായ തെറ്റാണെന്നും അതിനെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. איראן עשתה הערב טעות גדולה. את נחישותנו להגן על עצמנו ואת נחישותנו לגמול לאויבינו.
ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പ്രതികാരം ചെയ്യുന്നു, മറ്റൊരാൾ മറുവശത്ത് അതിന്റെ പ്രതികാരം ചെയ്യുന്നു. എന്നാൽ ഇവിടെ മരിച്ചു വീഴുന്നത് നിരപരാധികളായ സാധാരണക്കാരാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഏതെങ്കിലും ഒരു രാജ്യത്തെ കുറ്റപ്പെടുത്തുന്നതിന് പകരം മൊത്തത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നൊരു പൊതു പ്രസ്താവനയാണ് ഇറക്കിയത്. ഇന്ത്യൻ സർക്കാരിനും ഇതേ പ്രതികരണമായിരുന്നു. ഇന്ത്യൻ സർക്കാരും ഇറാന്റെ ആക്രമണത്തെ നിശിതമായി വിമർശിച്ചില്ല. വെസ്റ്റ് ഏഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ തകിടം മറിയുന്നതിൽ ആകുലതയുണ്ടെന്നും സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പരിഹരിക്കണമെന്നും ഇന്ത്യ പ്രസ്താവന ഇറക്കി. ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരോട് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കത്തിലിരിക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇതേ സ്വരത്തിലുള്ള പ്രസ്താവനയാണ് ഇറക്കിയത്. ഭാരതം വിശ്വസിക്കുന്നത് ഇസ്രായേലിന് പ്രതികരിക്കേണ്ടതുണ്ടെന്നാണ്. എന്നാൽ ഓരോ പ്രതികരണവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തെ കണക്കിലെടുത്ത് വേണം നടത്താൻ. സാധാരണ പൗരന്മാർക്ക് യാതൊരു ഡാമേജും ഉണ്ടാകുന്നില്ലെന്ന് ശ്രദ്ധയോടെ നോക്കിക്കാണണം. നിങ്ങളും ഇത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഇതുപോലൊരു സാഹചര്യം എവിടെയെങ്കിലും വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. രാഷ്ട്രീയ നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടിക്കാനും അടിക്കാനും പ്രതികാരം തീർക്കാനും തുനിഞ്ഞിറങ്ങുമ്പോൾ അവരുടെ ജനങ്ങളെപ്പോലും ആ നേതാക്കളെ പിന്തുണയ്ക്കുന്നില്ല. അവരുടെ ജനങ്ങൾ പോലും ഈ നേതാക്കളുടെ ഉരുളയ്ക്കുപ്പേരി പോലുള്ള നടപടികൾ കാണുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധമായ വരികളാണ് ഓർമ്മ വരുന്നത്. കണ്ണിനു പകരം കണ്ണെന്ന വിചാരം ലോകത്തെ അന്ധമാക്കും. ഈ യുദ്ധത്തെ അവസാനിപ്പിക്കണമെങ്കിൽ മഹാത്മാഗാന്ധി കാണിച്ച വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ഈ ആക്രമണങ്ങൾക്കൊക്കെ പുറകിൽ ആയുധ മാഫിയകളുണ്ടെന്നും കരുതുന്നവർ നിരവധി മനുഷ്യരാണ്. ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ, അന്താരാഷ്ട്ര തലത്തിൽ ആയുധങ്ങൾ വിൽക്കുന്നവർ. ഇവിടെ യുദ്ധമുണ്ടായില്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ പിന്നെ എവിടെയാണ് ചെലവാകുക?